എന്തുകൊണ്ടാണ് മനുഷ്യർ കറുപ്പും വെളുപ്പുമായിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ മെലാനിൻ എന്ന വർണ്ണവസ്തു പിഗ്മെൻ്റാണ് നമുക്ക് നിറം നിശ്ചയിക്കാൻ സഹായിക്കുന്നത്. അതിന് ജനിതകമായ കാരണങ്ങളുമുണ്ട്. നാം എവിടെയാണോ ജീവിക്കുന്നത്, സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്ന ഒരു സ്ഥലത്ത്, ഒരു ഭൂഖണ്ഡത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് അൾട്രാവയലറ്റ് കിരണങ്ങളെ കുറച്ചും കൂടി ശക്തമായി നേരിടാൻ കഴിയുന്ന മെലാനിൻ കൂടുതലായിരിക്കും. എന്നാൽ നാം തണുത്ത രാജ്യങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായും അവിടെ അത്രയ്ക്ക് ശക്തമായ സൂര്യപ്രകാശമില്ല. അതുകൊണ്ട് തന്നെ അവിടെ മെലാനിൻ പിഗ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ നാം എവിടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അനുകൂലനം, അതാണ് നമ്മുടെ നിറം. അത് തീരുമാനിക്കുന്നത് നമ്മുടെ DNA-യുമാണ്, ജീനുമാണ്. അപ്പോൾ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കറുപ്പും വെളുപ്പും എന്നുള്ളൊരു വ്യത്യാസം നാം കാണിക്കുകയില്ല. നമുക്ക് എവിടെയാണോ ജീവിക്കുന്നത് അതിനുള്ള അനുകൂലനം മാത്രമാണ് നിറം. മാത്രമല്ല, കറുപ്പിന് സൂര്യപ്രകാശത്തെ കുറച്ചും കൂടി ഭംഗിയായി നേരിടാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ കറുപ്പിന് അഴക് എന്ന് തന്നെ പറയണം. എന്നാൽ അതിനർത്ഥം സൂര്യാഘാതങ്ങളോ സൂര്യൻ്റെ ശക്തി, സൂര്യപ്രകാശത്തിൻ്റെ തീവ്രതയോ ഒന്നും കറുപ്പിനെ ബാധിക്കില്ല എന്നല്ല. എല്ലാ മനുഷ്യരെയും അത് ബാധിക്കും. പക്ഷെ കുറച്ചും കൂടി അതിനെ നേരിടാനുള്ളൊരു കഴിവ് കറുപ്പിനാണെന്ന് മാത്രം. ഇപ്പം മനുഷ്യൻ എന്ന വർഗം ഏതു ഭാഗത്ത് ജീവിക്കുന്നു എന്നതിനനുസരിച്ച് അവന് കൊടുക്കുന്ന അനുകൂലനം മാത്രമാണ് അവൻ്റെ നിറം. അല്ലാതെ നാം ഉണ്ടാക്കിയെടുക്കുന്ന ധാരണകളെല്ലാം തന്നെ തെറ്റാണെന്നുള്ളതാണ് പറയാനുള്ളത്. എൻ്റെ ഈ കുഞ്ഞു വീഡിയോസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ഇത്തരം അറിവുകളൊക്കെ വലിയ മനുഷ്യർക്ക് ഉണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സിൽ എന്ത് പറയുമ്പോഴും കുട്ടികൾ മാത്രമാണ് മുന്നിലുള്ളത്. നമസ്തേ.